വലിയ ചെമ്മീനാട്ടാ ചെമ്മീൻ വെക്കാണ്ട്. അപ്പൊ ഇന്നിവിടെ നമ്മൾ തയ്യാറാക്കാൻ പോണ് ചെമ്മീൻ കപ്പ. അടിപൊളി പരിപാടിയാണ്. അടിപൊളി പരിപാടി. ഇതാ നമ്മളെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്തും കൂടെ ഇതിൽ നമുക്ക് ഇതൊരു അതിഥി പാർക്ക് പോയി ഓനെ റോട്ടും കൂടെ പോകുമ്പോ പിടിച്ചു വലിച്ചല്ല നമ്മളെ വീഡിയോക്ക് വേണ്ടി വന്നാണ്. പിന്നെ വീഡിയോ കണ്ടറിഞ്ഞ് വന്ന അപ്പൊ പൊന്നാര മുത്തുമണികളെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇതാ ചെമ്മീനും കപ്പയും കൂടിയുള്ള പരിപാടി കേട്ടാ. ചെമ്മീനും കപ്പയും കൂടി നമ്മൾ ആദ്യം കണ്ടിട്ടുള്ളത്, ആദ്യത്തെ പരിപാടി ചെയ്തിട്ടുള്ളത്, ആദ്യം നമ്മൾ കഴിച്ചിട്ടുള്ളത് പാലക്കാട് നിന്നാട്ടാ. പാലക്കാടാണ് ഈ സംഭവം കണ്ടിട്ടുള്ളത്. പാലക്കാടത്തെ ഐറ്റാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പാലക്കാടത്തെ കപ്പയും ചെമ്മീനും കൂടി. ചെമ്മീൻ പൊരിച്ചതും കപ്പാണ്ട് റെഡിയാക്കി പുഴുങ്ങിയിട്ട് കടുക് കെട്ടിട്ട് അടിപൊളിയാക്കി വെച്ചൊരു സംഭവമാണ് ഇന്നത്തെ നമ്മൾ റെഡിയാക്കാൻ പോണത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടാ. അടിപൊളി ഐറ്റാട്ടാ, വിൽക്കാനൊന്നുമില്ല. ഇനി ഇത് കണ്ടിട്ട് ആരും വരണ്ട. ഇത് അടിപൊളി ഐറ്റാട്ടാ, സൂപ്പർ ചെമ്മീനാട്ടാ, നല്ല വലിപ്പമുണ്ട്, ഫ്രഷ് സാധനം, അടിപൊളി ഫ്രഷ് സാധനം. നമ്മളിന്നിവിടെ ചെയ്യാൻ പോണത് ചെമ്മീൻ കപ്പ. അതായത് പുതിയ കിഡിലൻ ഐറ്റാണ്, അടിപൊളി ഐറ്റാണ്. അപ്പൊ എന്ന് വെച്ചാൽ നമ്മൾ ആരും ചെയ്യാത്തൊരു സംഭവമാണിത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പക്ഷെ നമ്മളിതൊരു വെറൈറ്റി ആയിട്ടാണ് ചെയ്യുന്നത്. ഇതാ നമ്മൾ മൂന്നാളും കൂടെ ഇപ്പൊ നമ്മള് കപ്പ തൊലി കളിക്കാൻ പോകട്ടാ. തൊലി ഉണ്ട് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പരിപാടി നമ്മൾ തുടങ്ങാണ്. അപ്പൊ അപ്സര എന്നാ കത്തി പിടിക്കുക. അതും വെറും ചെമ്മീൻ കപ്പല്ലട്ടാ, ചെമ്മീന് നിർത്തി പൊരിച്ചിട്ട് കപ്പ പുഴുങ്ങിയിട്ടാണ് അന്നത്തെ പരിപാടി. ചെമ്മീൻ പൊരിച്ചിട്ട് കപ്പ പുഴുങ്ങിയിട്ട് കടുകൊക്കെ വറുത്തിട്ട് കപ്പ പുഴുങ്ങിയിട്ടുള്ള പരിപാടിയാണ്. കപ്പ എന്ന് പറഞ്ഞാൽ പൂള, ചില സ്ഥലത്ത് പൂളാന്ന് പറയും. അപ്പോൾ അങ്ങനത്തെ പരിപാടിയാണ്. അപ്പോൾ ചെമ്മീൻ നമുക്ക് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കപ്പ നമ്മൾ കട്ട് ചെയ്യാൻ പോകട്ടാ. കപ്പ തൊലിക്കാൻ പോകട്ടാ. ഇതാ തൊലിച്ചുകൊണ്ടിരിക്കുകയാണ് കപ്പ. ആ തൊലിയുണ്ട് കളഞ്ഞാൽ ഞാൻ എങ്ങനെ കട്ട് ചെയ്യണത്? നമുക്ക് എളുപ്പത്തിനനുസരിച്ച് കട്ട് ചെയ്യാം കേട്ടോ. എളുപ്പത്തിനനുസരിച്ച് കപ്പ കട്ട് ചെയ്യാം. സ്പീഡാക്കിയാലേ ഇത് തീരുള്ളൂ. സംഭവം കട്ട് ചെയ്യാൻ അറിയാത്തോണ്ടാണ്, വേറൊന്നുമല്ല. കട്ട് ചെയ്യാൻ അറിയാത്തോണ്ടൊന്നല്ല, കട്ട് ചെയ്യാനൊക്കെ അറിയാം. പക്ഷെ ഇതാണ് നമുക്ക് എളുപ്പം. കപ്പ പുഴുങ്ങാൻ വെക്കാനുള്ള അടുപ്പ് തയ്യാറാക്കാൻ പോകട്ടോ. അപ്പൊ എല്ലാരും വീഡിയോയിലേക്ക് ഞാൻ കത്തിച്ചിട്ടുണ്ട് കേട്ടാ. ഇതാ ഇനി അടുത്തതായിട്ട് നമ്മള് കപ്പ അതിന്റെ മേലെ വെക്കും, കുറച്ച് വെള്ളം വെച്ചിട്ട്. ഒന്ന് വേഗം നോക്കണോ, ഞങ്ങൾ പൊളിക്കാണ്. നല്ല ആൾക്കാർ എത്ര നേരം പൊളിക്കാല്ലോ. എന്താ ഒരു 10 gram പൂള പൊളിക്ക അത്ര വലിയ പണിയാ. പിന്നെ 10 gram പൂള പൊളിക്കണ്ടേ? കയ്യേറ്റാണ് ഇത്. നമ്മളെ സംഭവം പഴയ കാലത്ത് പൂള പൊളിച്ച് പരിചയമില്ലാത്തോണ്ടാ. നമുക്ക് ഇതല്ലല്ലോ പണി. അല്ല ആർക്കും വേണ്ടി ഇതല്ല പൂള പൊളിക്കാനല്ല. ചെറിയ ആയിക്കോട്ടെ. ആ തീ കത്ത് നോക്കി, ആ കവക്ക് നോക്കണ്ടേ. ഞങ്ങളെ മാത്രം പഠിപ്പിക്കില്ല, തീ കത്ര നോക്കി ഞങ്ങൾ ആട് പഠിപ്പിക്കും. ഞാൻ എന്ത് കൃത്യമായിട്ട് ചെയ്യും. ഇവിടെ കറക്റ്റ് ആണ്. ചെമ്മീൻ നന്നാക്കാണ്ട് അവിടെയാണ് വലിയ പണി എടുക്കുക. അതിന് നമ്മള് ബാത്റൂമിൽ വിളിക്കാം. 4-5 കിലോ ചെമ്മീൻ നന്നാക്കാണ്ട് പെണ്ണുങ്ങളെ വിളിച്ചോളി. അപ്പൊ ചെമ്മീൻ കപ്പ പുഴുങ്ങാനായിട്ടുള്ള ചെമ്പ് ഞാൻ അടുപ്പിന്റെ മേലെ വെക്കാൻ പോട്ടാ. ഇതാ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇതാ റെഡിയാണ്, അടുപ്പൊക്കെ റെഡിയാണ്. ഇനിയിപ്പോ അത്യാവശ്യം നമുക്ക് പുഴുങ്ങാനായിട്ടുള്ള വെള്ളം തിളപ്പിക്കാൻ പോകട്ടോ. വെള്ളം തിളച്ചു കഴിഞ്ഞാൽ ആ വെള്ളം ഊറ്റിട്ടോ. ചെമ്മീൻ കപ്പക്കുള്ള വെള്ളമായി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതാ ഇത്രയും വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പൊ കപ്പ അതിൽ തിളപ്പിക്കും, എന്നിട്ട് തിളപ്പിച്ചിട്ട് വേവിക്കും. വേവിച്ചതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, മറ്റുള്ള കാര്യം കടുക് വറുക്കലും വേപ്പിനില വറുക്കലും വറ്റൽമുളക് വറുക്കലും ഒക്കെ നല്ല സെറ്റപ്പായിട്ട് പിന്നെ നമ്മൾ ചെമ്മീനോട് ഒരു സ്പെഷ്യൽ പരിപാടിയാണ്. ചെമ്മീൻ കപ്പ തിന്നാൻ തന്നെ ഒരു ടേസ്റ്റാണ്. വെറുതെ നമ്മൾ കട്ടഞ്ഞാൻ്റെ ഒപ്പൊക്കെ കുടിക്കാത്. നോക്കിക്കാണി നേരെ ഒരുപാടായി. അതേ കട്ട് ചെയ്യണിട്ടാ. കട്ട് ചെയ്താ കപ്പ ഇതിൽക്കെടുത്തിട്ടാ. ചെറുതാക്കി കട്ട് ചെയ്താ, ചെറുതാക്കിട്ട് അതന്നെ ഒന്ന് ആയിരത്തിലേക്ക് പോട്ടെ. നല്ല വലുതാവണ്ട. ആഹാ അതന്നെ ഇപ്പൊ പഠിച്ചു പോയിട്ടാ. ഫിറോസ് ഉഷാറായിക്കണം. ഇപ്പൊ ഇങ്ങനെ ആകുമ്പോഴെന്താ പറയുക,
പെട്ടെന്ന് പോകും. ചെറിയ 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 പീസായിട്ട് ആക്കണേ, പെട്ടെന്ന് പോവും വേണോ. അപ്പൊ ആ നാര് പോരും. ഈ നാരിതാ ചാടിക്കോട്ടെ അപ്സല നമുക്ക് കൊള്ളു എല്ലാ ഫുഡും കേട്ടോ. ഈ ഫുഡും നല്ല എല്ലാ ഫുഡും നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് നല്ല വൃത്തിയോടെ കൂടിയിട്ട് നമ്മൾ ഉണ്ടാക്കുള്ളൂ. പിന്നെ ഇതിൽ നമ്മൾ ചേർക്കുന്ന ഓരോ ഫുഡിൽ നമ്മൾ ചേർക്കുന്ന മസാലകളും അതിൻ്റെ കൂട്ടൊക്കെ ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ടാ, ഒരിക്കലും ലോ ക്വാളിറ്റി അല്ല, ഒക്കെ ഫസ്റ്റ് ക്വാളിറ്റിയിൽ ഉണ്ടാക്കുന്ന ഫുഡാണ്. എന്റെ കാക്കാന്റെ കുട്ടി ഒന്ന് കഴിക്കാണ്. അപ്പോൾ മക്കളെ പൂള നമ്മൾ കട്ട് ചെയ്തത് കേട്ടോ, പൂള കട്ട് ചെയ്തത് കഴുകട്ടോ. പൂള നല്ല കഴിക്കണം. ഒന്നും കൂടെ ഓനെ കൊണ്ട് കഴിച്ചാണ്. ഓന് കഴിക്കുമ്പോ ഒന്നും കൂടെ വൃത്തി വിട്ടുപോയി. ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്യാനാടി മുന്നേ ഒന്ന് കഴുകി കിട്ടാ. ഇത് നമ്മളൊരു 3 പ്രാവശ്യം കഴുകും, എന്നിട്ട് ഇത് പുഴുങ്ങാടുള്ളൂ കേട്ടോ. മക്കളെ കപ്പ കഴുകിയിട്ട് ഇതിട്ടാ, നുറുക്കിയ കഴുകിയത് നമ്മൾ കഴുകിയിട്ട് പാത്രം കേട്ടാ. അതുകൊണ്ട് അടിപൊളി സാധനം കേട്ടോ, അല്ല വൈറ്റ് കപ്പ ഫ്രഷ് സാധനമാണ്, നല്ല കഴമ്പുള്ള നല്ല അടിപൊളി സൂപ്പർ സാധനം കേട്ടോ. സൂപ്പർ സാധനം കേട്ടോ. ആ കപ്പ ഇതിലെടുത്തിട്ടാ വെള്ളത്തില്. ഇപ്പൊ കപ്പ നമ്മൾ 3 പ്രാവശ്യം കഴുകിയാട്ടാ, കട്ട് ചെയ്തിട്ട് 3 പ്രാവശ്യം കഴുകിയത് നമ്മൾ ഇതിട്ടാ. വളവളാ നിൽക്കണ്, വെളുത്തിരിക്കണ ഇതിനെക്കാട്ട് കളറുണ്ട്. ഞാൻ പറ്റിയപ്പോൾ കുറച്ച് ഉപ്പിട്ടു. അപ്പൊ മക്കളെ ഉപ്പിടാൻ പോകട്ടാ, കപ്പയ്ക്ക് ഉപ്പിടാൻ പോവാണ്. ഞാൻ പറഞ്ഞോളിട്ടാ, ഞാൻ പറയുമ്പോൾ നിൽക്കാൻ മതി. കുറച്ചുകൂടെ കേട്ടോ, കുറച്ചുകൂടെ മതി. അവിടെ കേട്ടോ കേട്ടോ. ഇളക്കണ്ട. അപ്പൊ ഞാൻ ചെമ്മീൻ തൊലിക്കാൻ പോവാട്ടാ. ഞാനും ഫിറോസും കൂടെ ചെമ്മീൻ തൊലിക്കാൻ പോവാണ്. നമ്മളെ കപ്പ വേവുന്നുണ്ട്. കപ്പ വേവുന്നുണ്ട്. കപ്പയ്ക്കുള്ള ചെമ്മീൻ ഇട്ടാ, ചെമ്മീന് നമ്മൾ തൊലിക്കണം കേട്ടാ. ചെമ്മീൻ കട്ട് ചെയ്യണം. തൊലിക്കേണ്ട രീതി ഇതാ, നമ്മൾ ചെമ്മീൻ്റെ 3/4 ഭാഗങ്ങൾ മാത്രമേ എടുക്കുള്ളൂ. വാലിൻ്റെ ഭാഗങ്ങൾ അവിടെ ബാക്കി വെക്കും. എന്നിട്ട് ഇതിൽ ഈർക്കൽ ഒട്ടിയിട്ടാണ് നമ്മൾ തരുന്നത്. ആ ഈർക്കലിൻ്റെ ഭാഗം ഞാൻ കാണിച്ചു തരും. അപ്പോൾ നമ്മൾ എടുക്കേണ്ട സാധനം മീശ മാത്രമാണ്. ഇത് മാത്രതാ ഇതേപോലെ, ബാക്കി ഭാഗങ്ങളൊക്കെ കാണിച്ചു തരും കേട്ടോ. ഓക്കെ, നമ്മൾ ഈ ചെമ്മീൻ്റെ ഈ പള്ളഭാഗം ഉണ്ടല്ലോ, ഇറച്ചിയുള്ള അത് മാത്രം എടുക്കുന്നുള്ളൂ കേട്ടോ. നോക്കണി, ബാക്കിയുള്ളതൊക്കെ ഉണ്ട്, ചെമ്മീൻ്റെ പള്ളഭാഗം മാത്രം എടുക്കുന്നുള്ളൂ കണ്ടാ. അടിപൊളി. ഇതിൻ്റെ വാല് കട്ട് ചെയ്തേക്കണ്, അടിപൊളി സൂപ്പറാണ്. എന്നിട്ട് ഇത് നമ്മൾ ഈർക്കിളിമ നിർത്തിയാണ്, എന്നിട്ടാണ് പൊരിക്കണത്. ഓക്കെ, അടിപൊളിയാവട്ടാ. പൊരിച്ച് വരുമ്പോൾ സൂപ്പറാവും. ഇതിന്റെ അണ്ണാക്കതാ, ഈ അണ്ണാക്കിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങോട്ട് ഈർക്കളി ഇങ്ങനെ കൊണ്ടുപോവാ. പുറത്തേക്ക് ആക്കരുത്. പുറത്തേക്ക് ആക്കുന്നിട്ട് അതിന്റെ ബാക്ക് ഭാഗം വരെ വരും. അപ്പൊ എന്താ ചെമ്മീൻ ഇതാ ചുളിയില. ഇതേ ഇതാ ആ ഈർക്കളി ഭാഗം കാണുന്നുണ്ടോ? ഇല്ലല്ലോ. ഒരു ഭാഗം കാണുന്നുണ്ടോ? നോക്ക്. ഇല്ലല്ലോ, ഒന്നും കാണുന്നില്ല. കണ്ടാ, ഇതന്നെ ഇതിന്റെ പൊരി കേട്ടോ. ഞാൻ കാണിച്ച കറക്റ്റാ നോക്കിയാ അതന്നെ കറക്റ്റ് അല്ലേ? കറക്റ്റാണ്. ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾ പറയണേ ഞാൻ പഠിക്കണ്ടിട്ടാ, അതിനുള്ള തെളിവാണ്. അതാണ് അന്ന് ബിരിയാണി വെച്ചപ്പോഴോ നമ്മൾ പഠിച്ചിട്ടാണ് യൂസ്ബാബ് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തത്. അതൊക്കെ അടിപൊളിയായിരുന്നു. ചെമ്മീൻ്റെ പരിപാടി അങ്ങനെ തന്നെ. പുള്ളി ഇങ്ങോട്ട് ഓട്ടി വെക്കാണ് ഇത് നമ്മൾ. അതെ അഫ്സല, കല്യാണ പരിപാടിക്ക് സർക്കാർ പരിപാടി 100 കിലോനും 50 കിലോനൊക്കെ ഉണ്ടാവും ഇത്. അപ്പോൾ ചെമ്മീൻ ഇതാ യൂസ്ബാബ് തൊലിക്കണേ, ഞാൻ തൊലിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ചെമ്മീൻ ഇതാ നമ്മൾ പകുതിയൊക്കെ ഉണ്ടാ, പകുതി കൂടി തൊലിക്കാറുണ്ട്. നമ്മളിതാ സ്റ്റിക്കുമ്മ കയറ്റാട്ടോ. ചെമ്മീൻ ഈ സ്റ്റിക്കുമ്മലാണ് കയറ്റുന്നത്. പകുതി അയക്കണത് കഴിഞ്ഞാൽ നമ്മൾ ചെമ്മീൻ്റെ മസാല തേച്ചിട്ട് ചെമ്മീൻ പൊരിക്കാനുള്ള പരിപാടി കേട്ടോ. കപ്പ നമുക്ക് ആയിക്കൊണ്ട് നിൽക്കുകയാണ്. കപ്പ ഒരു പകുതി അയക്കണം, പകുതിയും കൂടി വേവാനുള്ളൂ. അടിപൊളിയായിട്ട് വെന്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ മക്കളെ അടിപൊളി ഐറ്റം ഔട്ട്, അത് കാണാതെ പോരുതിട്ടാ ഈ വീഡിയോ. ചെമ്മീൻ നമ്മളിതാ സ്റ്റിക്കുമ്മ കയറ്റിയിട്ട് അടിപൊളിയാക്കിക്കണ്ട, സൂപ്പറാക്കിയാണ്. ചെമ്മീനൊന്നും ഒരു 3 പ്രാവശ്യം കേൾക്കുന്നുണ്ട് കേട്ടോ. വേഗം കൂടെ വെച്ചോളൂ. മറ്റേ ഇതിന്റെ മുള്ളോട് മെല്ലെ കേൾക്കാൻ പറ്റുള്ളൂ. ചെമ്മീൻ കേൾക്കണവർ പ്രത്യേകം ശ്രദ്ധിക്കണോ. ഒന്നാകെ വാരി കേൾക്കരുത്. നമ്മൾ വേറെ എന്തെങ്കിലും കഴിക്കണ മാതിരി കപ്പ് കഴിക്കാൻ നേരത്തെ നമ്മൾ ധൃതിയിൽ നല്ല ഉഷാറായിട്ട് കഴിക്കും. പക്ഷെ ഇത് മെല്ലെ സാവകാശം, അല്ലെങ്കിൽ കൈ ഒന്നിനും പറ്റില്ല. കൈ എടുക്കുന്നത് ഇത് നമ്മൾ കണ്ണനെ പിടിക്കണ ആയിരം കൊളത്തിന്ന് ഇടക്ക് കുത്തുണ്ട്. ജീവണ്ട് തോന്നുന്നുണ്ട് ഇതിന്. നമ്മൾ കണ്ടുപിടിച്ചൊരു സംഭവം കേട്ടാ, ചെമ്മീന് കൈമ കുത്തുണ്ട്. അപ്പോൾ ചെമ്മീന് കഴിക്കണ വേറൊരു രീതി കണക്കാണ്. ചെമ്മീൻ നല്ല വൃത്തിയാവട്ടാ. ഇത് നമ്മൾ 2ാം പ്രാവശ്യം കേട്ടത് കഴിക്കണേ. ഫസ്റ്റ് പ്രാവശ്യം കാണിച്ചു തന്നു, 2ാം പ്രാവശ്യം ഒരു പ്രാവശ്യം കൊണ്ട് കഴുകും. പൊരിക്കാനുള്ള മസാല കൂട്ടാൻ പോകട്ടോ.
അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളൂ മസാല കൂട്ടുന്നത്. ഇതാ ആദ്യമായിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇതിൽ ആഡ് ചെയ്യണത്. പിന്നെ നമ്മൾ അടുത്തതായിട്ട് മുളക് പൊടി കുറച്ച് കൂടുതൽ ഇട്ടുകൊണ്ടിട്ടാ, കുറച്ച് എരിവൊക്കെ വേണം. പിന്നെ നമ്മൾ ക്രിസ്മസ് ഇത് അടുത്തതായി ഇടാൻ പോണത് ഗരം മസാല ശകലം കേട്ടോ. ഗരം മസാല പൗഡറാണ്, ഏലക്ക പട്ട പൂവെല്ലാം കൂടെ മിക്സാക്കി പൊടിച്ചാണ്. പിന്നെ ഉള്ളത് നമ്മൾ കോഴിമുട്ടയാണ് കേട്ടോ. അടുത്തതായിട്ട് പാകത്തിന് ഉപ്പാ ചേർക്കാൻ കേട്ടോ. മുട്ട 2 ചേർത്തിട്ടുണ്ട്. പാകത്തിന് നമ്മളിതാ ഉപ്പ്. നിങ്ങൾക്ക് എന്തിനാ സ്പൂണ് കയ്യിൻ്റെ ധാരാളമില്ലേ? അത്ര മതി. പിന്നെ എനിക്ക് വേറെ കാര്യമുണ്ട്, കയ്യിലൊന്നും എടുത്ത് നോക്കണ്ട, ഉപ്പും പുളി നോക്കാൻ. കുറച്ച് അരിപ്പൊടി വിടണ്ട കേട്ടോ, ശകല അരിപ്പൊടി. ഇത് കോൺഫ്ലവർ ആട്ടോ, കുറച്ച് കോൺഫ്ലവർ. മൈദപ്പൊടിയാ, ശകലം മൈദപ്പൊടി. തുർക്ക വാട്ടർ ആട്ടോ. ഇഞ്ചി വെളുത്തുള്ളി കിട്ടാണ്. ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ടാ. ഇഞ്ചി വെളുത്തുള്ളി നമ്മളെ മസാലന്റെ ലാസ്റ്റ് നമ്മളെ കൂട്ടിട്ടാ. ഞാൻ മിക്സ് ചെയ്തില്ല, ഞാൻ മിക്സ് ചെയ്യാൻ പോട്ടാ. മസാല വെക്കാൻ പോവാണ്. മസാല തേച്ചുകൊണ്ടിരിക്കണ ഫിറോസ് മസാല അങ്ങനെ ആക്കണ്ട, കുഴച്ചാളെ എന്നാലേ ആവുള്ളൂ. അങ്ങനെ ഓരോന്നോരോന്നാകുമ്പോൾ നേരെ ഒരുപാടാവും. ഇതിങ്ങനെ തേച്ചിക്കണ്ടേ. ഇതാ ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പൊ അതിനുള്ള നമ്മളെ സ്റ്റൗ ഞാൻ കത്തിക്കാൻ പോകട്ടോ. അപ്സര സ്റ്റൗ ഞാൻ കത്തിക്കാണ്. റെഡി ആയിക്കോ. കത്തിട്ടുണ്ടോ? ചങ്ങായി എത്ര നേരം ഇപ്പൊ മസാല ചെമ്മീൻക്ക് മസാല തേക്കാണ്. തിന്നല്ലത്, തിന്നല്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ട് തിന്നല്ല. എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു. കുറച്ച് മസാല ഇടാൻ പറഞ്ഞിട്ടാണ് നിങ്ങൾ കണ്ടല്ലേ എല്ലാ കാര്യങ്ങളും ചെയ്ത്. നോക്കാം. ഇത് നമ്മൾ കപ്പൊക്കെ റെഡിയാണ്. നമ്മളിത് കേക്കണ്, ഇത് മസാല തേക്കണ്. കപ്പ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മള് കപ്പ എടുത്തുകൊണ്ട് ഞാൻ അരിപ്പക്കൊട്ടയിലേക്ക് വാര വെക്കാൻ പോകണ്ടിട്ടോ. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കാം. ഓ കയ്യും കാലത്ത് നോക്കണം. അപ്പോളേ നമ്മളെ ചെമ്മീൻ ഇത് അടിപൊളിയായിട്ട് മസാല തേച്ചിട്ട് ദമ്മായി കിട്ടിക്കണ്ടാ. അടിപൊളിയായി കിട്ടിയിരിക്കണ്. നല്ല രുചിയൊക്കെ ഉണ്ട്. മസാല നല്ല ടേസ്റ്റുള്ള മസാല. അപ്പോൾ ഇത് പൊരിക്കാൻ പോകട്ടാ. ചട്ടി കൂടായിക്കണി പൊരിക്കാൻ പോകണം. തട്ടിപ്പൊളി തട്ടരാ. അങ്ങനെയല്ല വീടെടുത്തു അതുണ്ടായിക്കോട്ടെ. അപ്പൊ നമ്മള് ചെമ്മീനൊന്ന് മറിച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഇരിക്കും, കണ്ടില്ലേ? ചെമ്മീനായിട്ടുണ്ട് കേട്ടോ, നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. ഇതാ അതിനകത്ത് അതേപോലെ കോരിയെടുത്തിട്ട് നമ്മളിതാ ഓട്ടപ്പാത്രത്തിലേക്ക് മാറ്റട്ടോ ചെമ്മീന്. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് ഇതൊരു സ്പെഷ്യൽ പരിപാടി കേട്ടോ. ഇത് മുഴുവൻ തൊലി പൊളിക്കൂല, അങ്ങനത്തെ ഒരു ചെമ്മീനാണ്. അപ്പോൾ ഉത്തരേൻ്റെ രണ്ടാമത്തെ ട്രിപ്പ് ഇട്ടാ. രണ്ടാമത്തെ ട്രിപ്പ് നമ്മൾ ചെമ്മീന് മസാല തേച്ചിട്ടാ. അപ്പോൾ ഇടാൻ പോകട്ടാ. നല്ല ചൂടുണ്ട് എണ്ണ, ശ്രദ്ധിച്ചിടണോ. ചൂടുള്ള എണ്ണയിൽ ശ്രദ്ധിച്ചിടണോ. മെല്ലെ മെല്ലെ തട്ടാൻ പാടുള്ളൂ. ധൃതി കൂട്ടാൻ പാടില്ല. ധൃതി കൂട്ടിയാൽ അണ്ണാക്ക് കൊള്ളൂ, മോന്തൊക്കെ കൊള്ളൂട്ടാ.
നമ്മൾ അടുത്ത ട്രിപ്പും കൂടെ കോരിട്ടോ. അപ്പോൾ നമ്മൾ ചെമ്മീൻ വറക്കണതിൻ്റെ ലാസ്റ്റ് കേട്ടാ, ചെമ്മീൻ വറക്കണതിൻ്റെ ലാസ്റ്റ് ട്രിപ്പാണ്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ലൊക്കെ ഉണ്ട്, നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല സ്മെല്ലൊക്കെ അടിപൊളിയായിട്ട് സൂപ്പറായിക്കണം മക്കളെ. നമ്മളെ കപ്പൊന്ന് വറവിടാൻ പോവട്ടോ. ഇതാ അതിനാവശ്യമുള്ള വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കണത്. മതി, അത്ര മതി. നമുക്കത് ആവശ്യമുള്ള കടുകാടാൻ പോകട്ടോ. അയ്യോ കടുപൊട്ടി പച്ചമുളക് കാട്ടോ. ഇത് പിന്നെ നമ്മൾ ഇടാൻ പോണത് പച്ചമുളകും കറിവേപ്പിലയും. ആയി അപ്പൊ നമ്മൾ കപ്പ കിടാൻ പോകണം. കൊട്ടിക്കൂടെ കൊട്ടിക്കൂടെ കപ്പിട്ട് കപ്പ ഇളക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു കപ്പൻ്റെ ആ സ്മെല്ലുണ്ടല്ലോ അവിടെ വരണ്ടിട്ടാ പരിപാടിയാണ്. ഞാൻ ഉരുളി പാത്രത്തിലേക്ക് അയവാ അയവാ. ഇതിൽ കൊട്ടാൻ പോകട്ടെ ഫിറോസ്. കൊട്ടിക്കാ നമ്മളെ ഇന്നത്തെ വീഡിയോന്റെ വൈബോട്ടെ ചെമ്മീൻ ഇങ്ങനെ കൂട്ടി. ഇതാണ് എന്താ സാധനം മണം കേട്ടിട്ട് നമ്മളെ മുത്തുപണികൾ അവിടെ ഇരിക്കുന്നുണ്ടാ മണം സ്മെല്ലടിച്ചിട്ടേ. ഇതാണ് ചെമ്മീൻ കപ്പ. ഇതിങ്ങനെ ഒരു കഷ്ണം എടുക്കും, ചെമ്മീൻ കടിക്കും, ഒരു കഷ്ണം എടുക്കും, ചെമ്മീൻ കടിക്കും. അങ്ങനെയാണ് ഇതിന്റെ സ്റ്റൈല്, തിന്നാനുള്ള സ്റ്റൈൽ കേട്ടോ. ഒരു നമ്മളെ പച്ചമുളകും ആ കരിവേപ്പില വറുത്തുണ്ടല്ലോ അത് മേലൊന്ന് വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കഴിക്കും ചെയ്യാം. ഇപ്പൊ ഇതാണ് ചെമ്മീൻ കപ്പ. എന്നാ പിടിച്ചോളെ, ചൂടുണ്ടോ? പിടിച്ചോ. നല്ല ചെമ്മീനും കപ്പയും കൂടിയുള്ള ഐറ്റംസ്. ചെമ്മീന് വറുത്തതും കപ്പ പുഴുങ്ങിയ കിട്ടാ. അത് നമ്മളെ മുത്തുമണികൾക്ക് കൊടുക്കാൻ പോകാം. മുത്തുമണികൾ ക്യൂ നിൽക്കട്ടാ, അടിപൊളിയായിട്ട് ക്യൂ നിൽക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് വിളമ്പി കൊടുക്കാൻ പോകട്ടാ. പോട്ടെ പോട്ടെ. ഇനി രണ്ടാളുണ്ട്. ഇതാ അല്ല എന്താ നമ്മളെ കുട്ടി സ്കൂളിലെ പഠിപ്പൊക്കെ പാട് ഉഷാറല്ല? നിങ്ങൾ മര്യാദക്ക് പോണില്ലേ? അധ്യാപകര് പറഞ്ഞു കേൾക്കണം കേട്ടോ. നമ്മളെ ചോട്ടു നല്ലപോലെ പിടിച്ചേട്ടാ. ശരി ശരി പ്ലേറ്റ് അതാ അടിപൊളിയാ, ഒന്നും പറയാനില്ലല്ലോ. അപ്പൊ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. ഓക്കെ. അപ്പൊ പൊന്നാനി മുത്തുമണികളെ നമ്മളെ കുട്ടികളൊക്കെ കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു കേട്ടാ. അപ്പൊ നമ്മള് അടുത്ത വീഡിയോ ഇതിനായിട്ട് അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിലേക്ക് വരുന്നതാണ്. അപ്പൊ എല്ലാവരും നമ്മളെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ബെല്ല് അമർത്താൻ മറക്കരുതിട്ടാ. നമ്മളെ കുട്ടികൾ പറഞ്ഞുതരും. ആ ബെല്ല അമർത്താൻ പറയും, ബെല്ലമർത്താൻ പറയും, അടിച്ചു പൊട്ടിക്കാൻ പറയും. അത് അവര് ചെയ്തോളാം.